വകുല്ലു മാ ഫീഹിൽ ഖിലാഫു നൂസിബ ഫറദ്ദുഹു ഇലൈഹിമാ ഖദ് വജബ. ഇത് ഹാഫിദുൽ ഹക്കമിയുടെ രണ്ട് വരികളാണ്. രണ്ട് വഹീകൾക്കും എതിരായതെന്തോ അതെല്ലാം. രണ്ട് വഹി എന്ന് പറഞ്ഞാൽ ഖുർആൻ അള്ളാന്റെ വഹിയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് എന്ന് പറയുന്നതും അള്ളാഹുവിന്റെ വഹി അനുസരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. രണ്ടും വഹിയുടെ അടിസ്ഥാനത്തിലുള്ളതാണ്. അതാണ് ഇവിടെ രണ്ട് വഹികൾക്ക് ഖുർആനിനും സുന്നത്തിനും എതിരായത് എന്തെല്ലാം ഉണ്ടോ ഫഇന്നഹു റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ്. വകുല്ലു മാ ഫീഹിൽ ഖിലാഫു, ഏതെല്ലാം വിഷയത്തിൽ അഭിപ്രായ ഭിന്നതയുണ്ടോ അവിടെയെല്ലാം നുസിബ, അത് രണ്ടും നാട്ടപ്പെടും. ഏത് രണ്ട് വഹിയും എവിടെയൊക്കെ അഭിപ്രായ വ്യത്യാസമുണ്ടോ അഭിപ്രായ വ്യത്യാസത്തെ പരിഹരിക്കാൻ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കേണ്ടത് എന്താണ്? ഖുർആനിനെയും സുന്നത്തിനെയും ഈ രണ്ട് വഹിയാണ് സ്ഥാപിക്കേണ്ടത്. ഫറദ്ദുഹു ഇലൈഹിമാ ഖദ് വജബ, അഭിപ്രായ വ്യത്യാസം ഏത് വിഷയത്തിലാണോ ഉള്ളത് ആ വിഷയത്തെ ഇലൈഹിമ ഖുർആനും സുന്നത്തുമാകുന്ന വഹിയിലേക്ക് മടക്കൽ അനിവാര്യമാകുന്നു. അപ്പൊ എങ്ങോട്ടാ മടക്കേണ്ടത്? ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. ഇന്നിപ്പോ പല ആളുകളും ഇതിൽ ചെറിയൊരു മാറ്റം വരുത്തി ഉലമാക്കളിലേക്ക് മടങ്ങുക എന്നൊക്കെ പ്രചരിപ്പിക്കുന്നത് കാണാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യം ഇത് അഹ്ലു സുന്നത്തിന്റെ നിലപാടാണ്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ് മടക്കേണ്ടത്. വിശുദ്ധ ഖുർആനിൽ തന്നെ ഫൈൻ തനാസഅതും ഫീ ശൈഇൻ, വല്ലത് നിങ്ങൾ തർക്കിച്ചാൽ നിങ്ങൾ അള്ളാഹുവിലേക്കും അവൻ റസൂലിലേക്കും നിങ്ങൾ മടക്കുക. ഫറുദ്ദൂഹ്, അതിന് നിങ്ങൾ മടക്കേണ്ടത് അള്ളാഹുവിലേക്കും റസൂലിലേക്കുമാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ആശയമാണ് ഇവിടെ പറഞ്ഞത്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ടായാൽ മടങ്ങേണ്ടത് ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്.